പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ്. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം തൻ്റെ മക്കളായ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആയുധമാണ് ദൈവവചനം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119, 130 അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്ക് അറിവും പ്രകാശവും തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമായ ദൈവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ശക്തിയാണ് നമ്മെ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്നത്. വചനം പാലിക്കുന്നവർക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന്. സുഭാഷിതം 4:22 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, അവ ഉൾക്കൊള്ളുന്നവന് ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:3 യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം അന്ധതയിൽ നിന്നും അജ്ഞതയിൽ നിന്നും അതുപോലെ തന്നെ അശുദ്ധിയിൽ നിന്നും പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നുമെല്ലാം നമ്മെ മോചിപ്പിക്കുന്നതാണ്. എപ്രകാരമാണ് നാം ദൈവത്തിൻ്റെ വചനങ്ങളെ സ്വീകരിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസവും എളിമയും നമുക്കുണ്ടായിരിക്കണം. ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. അപ്പോൾ എളിമയോടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും, വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കും. റോമ 1:16 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. 1 കൊറിന്തോസ് 2:14 തിരുവചനം പറയുന്നു, ലൗകിക മനുഷ്യന് ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം ഭോഷത്വമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാനോ അത് സ്വീകരിക്കുവാനോ ലൗകിക മനുഷ്യന് സാധിക്കുന്നില്ല. ലൗകിക മനുഷ്യർ ആഗ്രഹിക്കുന്നത് ധനവും പേരും പ്രശസ്തിയും സമൂഹത്തിൻ്റെ കയ്യടിയും ലോകത്തിൻ്റെ മോഹങ്ങളും അതുപോലെ ജഡമോഹങ്ങളും എല്ലാമാണ് ഒരു ലൗകിക മനുഷ്യൻ ലക്ഷ്യമിടുന്നത്. അതിനായിട്ടാണ് അവൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഭോഷത്വമായിട്ടാണ് അവന് തോന്നുക. ദൈവം കാണിച്ചു തരുന്ന വഴികൾ, ഇടുങ്ങിയ വഴികൾ അവന് ഇഷ്ടപ്പെടുകയില്ല. അവൻ വിശാലമായ ലോകത്തിൻ്റെ വഴിയാണ് തേടിപ്പോകുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ ആത്മാവാണ്. മത്തായി 16:26 തിരുവചനം പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. ലോകത്തിൻ്റെ തിന്മയുടെ ശക്തിക്കെതിരായിട്ട് പോരാടാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. അത് ആത്മാവിൻ്റെ വാളാണ്. ഈ ലോകത്തിലെ ശക്തിയോട്, തിന്മയുടെ ശക്തിയോട് പൊരുതി നാം വിജയിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബലവാന്മാർ അത് സ്വർഗരാജ്യം പിടിച്ചടക്കും എന്ന് പറയുന്നത്. നാം സ്വീകരിക്കേണ്ട ദൈവത്തിൻ്റെ ആയുധങ്ങൾ സത്യവും നീതിയും വിശ്വാസവും അതുപോലെ ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനവും എടുത്തിട്ട് വേണം തിന്മയുടെ ശക്തിക്കെതിരെ നാം പോരാടാനായിട്ട്. അപ്പോൾ നാം വിജയിക്കുകയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.